A child's life is their imagination. കുഞ്ഞിൻ നുണകളെ ആസ്വദിക്കുക. കാരണം അതവരുടെ ഭാവനയാണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങള് നുണ പറയുന്നത് കാണാൻ സത്യത്തിൽ നല്ല രസമാണ്. അവര് ഇല്ലാത്ത ഓരോ കാര്യങ്ങള് ഓരോ സ്ഥലത്തു നിന്ന് തപ്പിയെടുത്തുകൊണ്ട് വന്ന് ഓർമ്മയിൽ ഇങ്ങനെ ചെകഞ്ഞു നോക്കി അവരുടെ ഭാവന ഇങ്ങനെ മെനഞ്ഞെടുത്ത് അതെങ്ങനെ പറയുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പക്ഷെ ആ രസത്തെ ഈ നീതിപതികളായ സത്യവാദികളായ രക്ഷിതാക്കൾക്ക് അത് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ നുണ പറഞ്ഞു എന്ന രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും. പ്രത്യേകിച്ചും ഈ കീചകന്മാരായിട്ടുള്ള അധ്യാപക അവരുണ്ടല്ലോ, അധ്യാപകര് അവര് നുണ പറഞ്ഞാലും അവരെന്ത് ചെയ്താലും കുട്ടികൾ നുണ പറയുന്നതിനെ അവർ അംഗീകരിക്കില്ല. അപ്പോ അധ്യാപകരുടെ സ്വഭാവമുള്ള അധ്യാപകരായ രക്ഷിതാക്കൾ അവർക്കൊക്കെ തന്നെ കുട്ടികൾ നുണ പറയുന്നത് തീരെ ഇഷ്ടമാണ്. കുട്ടികൾ നുണ പറയുന്നതിന്റെ ഒരു സാധ്യത എന്നത് അതും ഒരാലോചിക്കാറുണ്ട്. ഈ നുണ പറയുക എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? ഇല്ലാത്തൊന്നിനെ പറയുന്നതാണല്ലോ നുണ എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്നിനെ പറയുക എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തൊന്നിനെ സങ്കല്പിച്ചുണ്ടാക്കി ഭാവന ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോ ഇല്ലാത്തതൊന്ന് പറയാനായിട്ട് കുട്ടി വെമ്പുന്ന സമയത്ത് ഒന്നുകിൽ അതൊരു ജസ്റ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് പറയാം, അതല്ലെങ്കിലോ തനിക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊക്കെ നുണ പറയും. പക്ഷെ ചില കുട്ടികൾ അതിലും കവിഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. നടന്നിട്ടില്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടാക്കി അതിനെ വീരനായകൻ താനാണെന്നുള്ള രീതിയിലുള്ള ആഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വല്യമ്മയുടെ മകനായിട്ടുള്ള ഏട്ടൻ, അജിയേട്ടൻ, ഇതുപോലെ പലരും നുണക്കഥകൾ ഉണ്ടാക്കി പറയുന്നത്. അതില് നായകൻ നമ്മളായിരിക്കും. ആ നമ്മളെ നായകനാക്കി നിർത്തി. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുട്ടിയായിരിക്കുന്ന നമ്മളെ നായകനാക്കി വെച്ചുകൊണ്ട് നമ്മൾ വലിയ വീരകൃതങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു ആഖ്യാനമായിരിക്കും ഉണ്ടാവുക. ഇത് കേട്ടു നിൽക്കുന്നവരെ നമ്മളെ പുച്ഛിക്കുകയോ കേട്ടു നിൽക്കുന്നവര് നുണ പറയല്ലേ എന്ന് പറയുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുറ്റത്തിന്റെ ലാഞ്ചന നമ്മുടെ ഈ ആഖ്യാനത്തിന് വന്നു ചേരും. കുറ്റവാളിയാകാൻ ആർക്കും താല്പര്യമില്ലാത്തപ്പോ അത്തരമൊരു കുറ്റാരോപണം അതിന്റെ മുകളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്തരത്തിലൊരു ഭാവനയെ അവതരിപ്പിക്കാൻ അവന് വിഷമം തോന്നും. അതേസമയം അവന്റെ ഈ ഫാക്കൽറ്റി അവിടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് അനുചിതമായ സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാനും ഒക്കെ ആയിട്ട് എടുത്തുപയോഗിക്കാനുള്ള പ്രവണത കൂടുകയും ചെയ്യും. നുണകൾ എപ്പോഴും കുഞ്ഞിന്റെ ഭാവനയാണെങ്കിൽ ആ ഭാവനയെ നല്ല രീതിയിൽ ആസ്വദിക്കുകയും അത് അവനോട് ചേർന്ന് നിന്നിട്ട് ആ കുഞ്ഞിനോട് ചേർന്ന് നിന്നിട്ട് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയാണോ എന്നുള്ളത് പറയുകയും ആ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ അത് കുഞ്ഞിന്റെ ഭാവനയെ നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷെ കുഞ്ഞ് പറയുന്ന അതിലെ ആ അസത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നും പരോക്ഷമായി ആ കുഞ്ഞിനെ ബോധിപ്പിച്ചാല് അതിനൊരു കുസൃതിയുടെ ലാഞ്ചന കൊടുത്തു കഴിഞ്ഞാല് കുഞ്ഞിന് വളരെ എളുപ്പത്തില് അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ കഴിയും. കുഞ്ഞിന് തന്റെ ശേഷി സർഗ ഭാവനയെ മനസ്സിലാവുകയും തനിക്കിങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രോത്സാഹനത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുകയും അതേസമയം ഞാനിങ്ങനെ പറയുമ്പോഴെല്ലാം തന്നെ എന്റെ രക്ഷിതാവ് എന്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് വരുന്ന സമയത്ത് സത്യത്തെ മറച്ചു വെക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് വിട്ടിട്ട് അവർ ശരിയുടെ വഴിയിലേക്ക് വരികയും ചെയ്യും. ഇത്
കുഞ്ഞുങ്ങളെ നമ്മൾ നുണ പറയിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവരുടെ നുണയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നുണ അംഗീകരിക്കുന്നതിനൊപ്പം ആ നുണ പറയുന്നതിന്റെ ഒപ്പം കൂടെ നിൽക്കുക, കൂടെ നിന്നിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് യഥാർത്ഥ സംഭവത്തെ മനസ്സിലായി എന്നുള്ള വ്യംഗ്യാർത്ഥം അവർക്ക്, അല്ലെങ്കിൽ അതിന്റെ ആ മറുപക്കം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇവർ ഭാവന ചെയ്ത രീതിയുണ്ടല്ലോ, ആ രീതിയിൽ ചെറിയ 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 ഇടപെടലുകൾ നടത്തി അവരെ കൊണ്ട് വീണ്ടും കൂടുതൽ ഭാവന ചെയ്യിക്കുക. പറ്റുമെങ്കിൽ അത് എഴുതിക്കുക, പറ്റുമെങ്കിൽ അത് കൂടുതൽ ആഖ്യാനം ചെയ്യിക്കുക, ആഖ്യാനം ചെയ്യുന്ന വാചകങ്ങളുടെ ഘടനയെ രൂപീകരിക്കുക. ഇങ്ങനെ ചെയ്തു പോരുമ്പോൾ ഭാവന ചെയ്യാനുള്ള ശേഷി കൂടുകയും നുണ പറയാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ നുണ പറയുമ്പോൾ അതിന് നുണയായിട്ടല്ല ഗണിക്കേണ്ടത്. ആ നുണ പറച്ചിൽ എന്ന് പറയുന്നത് അവരുടെ ഭാവനയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഇന്റേണൽ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നതാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനോഭാവം രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ സുസ്ഥിര ജീവന സമൂഹങ്ങളിൽ ഇനി ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാനുണ്ട്. അവരൊക്കെ തന്നെ ഇതുപോലുള്ള ഭാവനകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അവിടെ വളരുന്ന ഓരോ കുഞ്ഞിന്റെയും ഭാവനകളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനും അതിനെ ഉണർത്തിയെടുക്കാനും അത് പുതിയൊരു ലോക സൃഷ്ടിക്കായിട്ട് ഉപയോഗിക്കാനും നമുക്ക് കഴിയണം. അതായിരിക്കട്ടെ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരന്റെയും ഒരു ശേഷി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.